UK കത്തുന്നു അല്ലെങ്കിൽ മലയാളികളുടെ നെഞ്ചിടിപ്പ് കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസുകൾ നമ്മുടെ UK റയോട്ട്സ് ഇപ്പോൾ നടക്കുന്നതിനിടയിൽ ഒരുപാട് വാർത്തകൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അതിന് ഇവിടുത്തെ വാർത്തകൾ ഒരുപാട് തന്നെ പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ കാണിക്കുന്ന രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയായിരുന്നു എല്ലാവർക്കും. ഓക്കെ, അത്രയും അസ്വസ്ഥരായിരുന്നു എല്ലാവരും തന്നെ. അതിനിടയിൽ ഒരുപാട് പേര് അന്വേഷിച്ച് അല്ലെങ്കിൽ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ അയച്ചു, ഇവിടെ സേഫ് ആണോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അയച്ചവർക്കെല്ലാം അന്വേഷിച്ചവർക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് നന്ദി. ഇവിടെ ഇപ്പോൾ സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ പോകുന്നു. ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് യദുകൃഷ്ണ. ഞാനിവിടെ NHS UKയിൽ ഒരു ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും എനിക്ക് എത്തിക്കണമെന്ന് തോന്നി ഈ ഒരു സാഹചര്യത്തിൽ. കാര്യം ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ, എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഒരു തിരമാല അടിച്ച് വരും പോലെയാണ്, ഒരു സുനാമി വരും പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ അത് ഇമ്പാക്റ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം, എന്നെപ്പോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നതാവട്ടെ, പഠിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഇനി വരുന്നവരാവട്ടെ, വർക്ക് ചെയ്യാൻ വരുന്നവരാവട്ടെ, അവരുടെ എല്ലാം തന്നെ പാരൻസിന് ഇപ്പോൾ ഒരുപാട് ടെൻഷനും വറീസും ആയിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം. അല്ലെങ്കിൽ ന്യൂസ് കാണുമ്പോഴും കത്തിക്കലും ബഹളവും അതും ഇതൊക്കെ കാണുന്ന സമയത്ത്. കാര്യം ഇവിടെ സേഫാണോ, അതാണോ, ഇനി വിട്ടു കഴിഞ്ഞാൽ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവരുടെ അവസ്ഥ എന്താണ്, അവർ പറയാതിരിക്കുവാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്നുള്ള ഒരുപാട് ടെൻഷൻസും വറീസും ആങ്സൈറ്റിയും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ടൊക്കെ തന്നെ. അപ്പോൾ ഇതെല്ലാം തന്നെ കുറേ ഇഷ്യൂസ് നേരത്തെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഉണ്ടാകുന്ന കുറേ പ്രോബ്ലംസിൻ്റെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൽ തന്നെ UK ഗവൺമെൻറ് ഒരു അത്രയും നല്ലൊരു കടുത്ത നിലപാടാണ് ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കിയ റയോട്ട്സ് ഉണ്ടാക്കിയ റേസിസ്റ്റുകൾക്കെതിരെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അവരെ തഗേഴ്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഗുണ്ടകൾ എന്നുള്ള രീതിയിൽ അവരെ കുറ്റം ചുമത്തി അവരെ ജയിലിലടച്ചു, അവർക്ക് സെൻറ്റൻസസ് കൊടുത്തു. 2 വർഷവും 3 വർഷവും മാസങ്ങളും ഒക്കെ അവരെ ജയിലിലടയ്ക്കുന്ന രീതിയിലുള്ള നിയമങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവരെ കോർട്ടിൽ കൊണ്ടുപോയി കോർട്ട് ഡിസിഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതെല്ലാം തന്നെ റേസിസ്റ്റ് ആയിട്ടുള്ള നിലപാട് എടുത്തുള്ള ആൾക്കാരാണ്. ഓക്കെ, അല്ലെങ്കിൽ റെഫ്യൂജീസ് വേണ്ട, അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ നടത്തിയവർക്കെതിരെയാണ് ഈ ഒരു ആക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിൽക്കെ തന്നെ നിങ്ങളെല്ലാവരും വാർത്തകളിൽ കണ്ട പോലെ ആൻറ്റി റേസിസ്റ്റ് അല്ലെങ്കിൽ ഇവർക്ക് എതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ UK തന്നെ ബ്രിട്ടീഷേഴ്സ് ഉൾപ്പെടെ പല എത്നിക് മൈനോറിറ്റീസിലുള്ളവരും ചേർന്നിട്ട് അവരെല്ലാവരെയും വെൽക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് പല സ്ട്രീറ്റുകളായിട്ട് UK പല സ്ഥലങ്ങളിലായിട്ട് അവരൊത്തുകൂടിയത്. ഓക്കെ, ആ ഒരു യൂണിറ്റി നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാവട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വർക്ക് ചെയ്യുന്ന ട്രസ്റ്റുകളാവട്ടെ, വേറെ മറ്റ് പല ഓഫീസ് സ്ഥാപനങ്ങളാവട്ടെ, അവരെ എല്ലാ രീതിയിലും തന്നെ അവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ക്രൈസിസ് വന്ന സമയത്ത്. കാര്യം ഇവരുടെ എല്ലാവരുടെയും തന്നെ, ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഏകദേശം 131 നാഷണാലിറ്റീസിൽ നിന്ന് ഏകദേശം 19,000 അല്ലെങ്കിൽ ഏകദേശം 20,000 അടുപ്പിച്ച് ഇൻ്റർനാഷണൽ സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. അതിനർത്ഥം ഈ ഒരു NHS അല്ലെങ്കിൽ ഈ ഒരു ട്രസ്റ്റിൽ ഇത്രയും ആൾക്കാരുടെ ഒരു യൂണിറ്റിയോട് കൂടി ചേർന്നാണ് ഈ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഈ ഒരു ട്രസ്റ്റ് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാഫ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഹെൽത്ത് കെയർസ് ഇല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ടീം ഇല്ലാതെ, ഇത് ഹെൽത്ത് കെയറിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള എല്ലാ പ്രൊഫഷനിലും ഇതേപോലെ തന്നെ ഇൻ്റർനാഷണൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ഫാക്ടറാണ് ഈ ഒരു കൺട്രിയിൽ എന്ന് പറയുന്നത്. എന്തായാലും ഓക്കെ, അതിൽ മൈഗ്രൻസിനുള്ളൊരു റോൾ എന്ന് പറയുന്നത് അത് ഈ ഒരു കൺട്രി അത്രയും രീതിയിൽ തന്നെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ അവർ ഓരോരുത്തരും എടുത്തിരുന്ന നിലപാടെന്ന് പറയുന്നത്. ഈവൻ എൻ്റെ വർക്ക് പ്ലേസിൽ തന്നെ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബ്രിട്ടീഷുകാരാണെങ്കിൽ, അതായത് വെള്ളക്കാരാണെങ്കിൽ തന്നെ, അവർ അത്രയും വിഷമമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. കാര്യം അവർ ഫസ്റ്റ് തന്നെ പറയുന്നത് ഇതൊന്നും തന്നെ ബ്രിട്ടീഷുകാരുടെ കൺസെപ്റ്റ് അല്ല. ഓക്കെ, ഇത് ഞങ്ങൾ ഇങ്ങനെ അല്ല, ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാടേ അല്ല, ഇത് വേറൊരു രീതിയിൽ ഇതിനെ ചിത്രീകരിക്കുകയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വേറൊരു രീതിയിലോട്ട് തന്നെ കൊണ്ടുപോകാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ നമ്മുടെ എംപ്ലോയേഴ്സ് എല്ലാവരും തന്നെ, NHS ആവട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള എംപ്ലോയേഴ്സൊക്കെ തന്നെ എടുത്തിട്ടുള്ളൊരു ഡിസിഷൻ, അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് എടുത്തിട്ടുള്ളൊരു ഡിസിഷൻ എന്ന് പറയുന്നത് അത്രയും പ്രശംസ അർഹിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷനും ഈ ആൻറ്റി റേസിസ്റ്റ് ആയിട്ടുള്ള
ആൾക്കാരുടെ തന്നെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ തന്നെ പിന്നെ മറ്റേ ആൾക്കാരുടെ റേസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പൊടി പോലും ഒരിടത്തും കാണാനില്ലായിരുന്നു. അങ്ങിങ്ങായിട്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായതല്ലാതെ വേറെ ഒരു പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേര് ഇവിടുത്തെ നമ്മുടെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ എന്ന് പറയും, നമ്മുടെ റെഗുലേറ്ററി കൗൺസിലാണ് നഴ്സിംഗിൻ്റെ. അപ്പം അവർ തന്നെ ഒരു നിലപാട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ നഴ്സിംഗിൻ്റെ ഇവിടുത്തെ ഒരു ട്രേഡ് യൂണിയനാണ് RCN, റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. അവരുടെ തന്നെ ഒരു നിലപാട് ഈ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ എ ഡേയ്ക്കുള്ളിൽ തന്നെ അവരുടെ തന്നെ പോളിസീസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എംപ്ലോയേഴ്സിനാണ് നിങ്ങളുടെ എല്ലാ കാര്യം, നിങ്ങളുടെ സേഫ്റ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്ത് കാരണവശാലും നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു ഇമോഷണലായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ എംപ്ലോയീസ് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതിന് നമ്മൾ ജോലിക്ക് വരുന്ന കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന സമയത്താവട്ടെ, ഇനി അവരെ ഫാമിലിനെ വിട്ട് വരുന്നതിൽ നമുക്ക് റിസ്ക് ഉണ്ടാവട്ടെ അവർ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവർ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈവൻ NMC ഇപ്പോൾ റീസെൻ്റായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവമാണ്, ഗൈഡ് ലൈൻസിൻ്റെ കാര്യങ്ങളിലൊക്കെ അവർ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ ഈവൻ വർക്കിംഗ് കണ്ടീഷൻ്റെ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റേസിസ്റ്റ് ബിഹേവിയേഴ്സിലോ അല്ലെങ്കിൽ ബുള്ളിങ്ങോ ഹറാസ്മെൻറ്റോ ഒക്കെ തന്നെ നമുക്ക് ഏതെങ്കിലും പേഷ്യൻസിൻ്റെ സൈഡിൽ നിന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ പ്രോപ്പർ ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൽ നിങ്ങൾക്ക് ആ ഒരു റൈസിസ്റ്റ് ബിഹേവിയർ തോന്നി അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു കെയർ കൊടുക്കാൻ അവിടെ ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെയർ ഡിനൈ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ NMC ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, NMCയും RCNും അതുപോലെ തന്നെ. അപ്പം ഇതെല്ലാം തന്നെ അവരുടെ ഒരു സപ്പോർട്ടാണ് അവർ നമ്മളിലോട്ട് കാണിക്കുന്നത്. അതായത് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. കാര്യം പബ്ലിക് സേഫ്റ്റി എന്ന് പറയുമ്പോൾ പേഷ്യൻസ് മാത്രമല്ല, ഇൻക്ലൂഡിങ് നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. അപ്പോൾ അതിനകത്ത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അവരുടെ എംപ്ലോയീസിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുകളോ അവർ വെക്കുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് സീറോ ടോളറൻസ് പോളിസിയാണ്. ഒരു രീതിയിലും അവരുടെ സ്റ്റാഫിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ തന്നെ. പക്ഷേ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ഈ കൈൻഡ് ഓഫ് ഒരു ബിഹേവിയർ നിങ്ങൾക്ക് ഫേസ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളത് കെയർ നിങ്ങൾ ഡിനൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് NMC പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ അവർ പറയുന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ എസ്കലേറ്റ് ചെയ്യുക. നിങ്ങളുടെ മാനേജറിൻ്റെ അടുത്ത് നിങ്ങൾ എസ്കലേറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ നഴ്സിംഗ് ഡോക്യുമെൻറ്റേഷനിൽ ക്ലിയർ ആയിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം, എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ കെയർ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുക. അത് നമ്മുടെ അക്കൗണ്ടബിലിറ്റിയാണ് അല്ലേ, നമ്മുടെ ഒരു കോഡ് ആൻഡ് കണ്ടക്റ്റിൽ വരുന്ന നമ്മുടെ അക്കൗണ്ടബിലിറ്റിയാണ്. എന്ത് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം, അത് മാത്രം മതി. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ NMCയുടെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ RCNൻ്റെ സൈഡിൽ നിന്നും ഒക്കെ വരുമ്പോൾ അത് നമ്മളെ സത്യത്തിൽ നല്ല രീതിയിൽ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം തന്നെ സപ്പോർട്ട് ചെയ്യാണ് മെൻ്റലി അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ട്രസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് അവർ ഡെയിലി ഓരോ കാര്യങ്ങളും അവർ അപ്ഡേറ്റ് ചെയ്യാണ്. ഇൻ്റർനാഷണൽ സ്റ്റാഫിനാവട്ടെ അല്ലെങ്കിൽ അവരുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ടാവട്ടെ ഒരുപാട് സെഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു രീതിയിലുള്ള പ്രോബ്ലമോ കാര്യങ്ങളോ എന്തെങ്കിലും ഫേസ് ചെയ്യാണ്, ഈവൻ കൊളീഗ്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ പോലും, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മാനേജറിനെ നിങ്ങൾ എസ്കലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ RCN പോലത്തെ ട്രേഡ് യൂണിയൻസിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് അറിയിക്കാം, അല്ലെങ്കിൽ NMCനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയിക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കാര്യം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ എംപ്ലോയറിനാണ് ഒരു കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ള കാര്യത്തിൽ. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും തന്നെ ഇനി ഒരുപാട് നാളൊന്നും നീണ്ടു പോകത്തില്ല. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കൂൾ ഡൗൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈവൻ സ്ട്രീറ്റ്സിലാണെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നില്ല തന്നെ വേണമെങ്കിൽ പറയും. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരുപാട് അനൗൺസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തന്നെ മാറിക്കൊണ്ട് ആൻറ്റി റേസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇമിഗ്രൻസിനെ വെൽക്കം ചെയ്ത് അല്ലെങ്കിൽ മൈഗ്രേഷൻ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ടീംസ് എല്ലാവരും ഒരുമിച്ച്, ഇൻക്ലൂഡിങ് ഈ ഒരു കൺട്രിയിലുള്ള എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെ ഇതിനെ നേരിടുകയായിരുന്നു. അതിനെല്ലാം അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കിങ് ചാൾസ് ആവട്ടെ അല്ലെങ്കിൽ കോട്ട് ആവട്ടെ അത്രയും രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു മൂവ്മെൻറ്റ് വന്നതിൽ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. കാര്യം കാണുന്ന ന്യൂസുകളെല്ലാം തന്നെ ഭയങ്കരമായിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കൂടുതലും. ഒരുപാട് പേര് അതിനെ ന്യായീകരിച്ചും കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിനെ എല്ലാത്തിനെയും തന്നെ മാറ്റിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സേഫായിട്ട് അവർ നമ്മളെ നിർത്താനായിട്ട് നോക്കുന്നു എന്നുള്ളൊരു കാര്യം. എന്തായാലും അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ പാരൻസ് എല്ലാം നിങ്ങൾ നാട്ടിലിരുന്ന് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ
നിങ്ങൾ സമാധാനമായിട്ടിരിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ സെറ്റിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം തന്നെ സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റിൽ കൂടെ തന്നെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ട്രസ്റ്റും എംപ്ലോയേഴ്സും അല്ലെങ്കിൽ ഗവൺമെൻറ്റും എല്ലാം തന്നെ. അതുപോലെ ഇനി വരാനിരിക്കുന്നവർക്കാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുള്ള സിറ്റുവേഷൻ എല്ലാം തന്നെ സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫർദർ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഞാൻ വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മലൂന സിംഗപ്പൂർ. ബൈ.